വെറും രണ്ട് ചോദ്യമാണ് മിസ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പക്ഷേ ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ മക്കളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ഒരു വീഡിയോ ലാസ്റ്റ് വരെ കാണാം. ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക, താഴെ ഒരു ഹാർട്ട് കമന്റ് ചെയ്യുക. ഓക്കെ, ഈ രണ്ട് ചോദ്യം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണുമ്പോൾ മിസ്സിനെ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കും. ഓക്കെ, റെഡി? അപ്പൊ വാട്ട് ആർ ദ 2 മെയിൻ തിയറീസ് ഓൺ ദ ഒറിജിൻ ഓഫ് ലൈഫ് ഓൺ എർത്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജീവന്റെ ആവിർഭവവുമായി ബന്ധപ്പെട്ട പ്രധാന ആശയങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഏതൊക്കെയാണ്? യെസ്, നമുക്ക് 2 തിയറികളാണ് നമുക്കുള്ളത്. ഒന്ന് ഏതാണ്? കെമിക്കൽ എവല്യൂഷൻ തിയറി, അല്ലെ? ഏതാണ്? കെമിക്കൽ എവല്യൂഷൻ തിയറി അഥവാ മലയാളത്തിൽ എന്താണ്? രാസപരിണാമ സിദ്ധാന്തം. കിട്ടിയല്ലോ. അടുത്തത് ഏതാണ്? നമ്മളുടെ പാൻസ്പെർമിയ സിദ്ധാന്തം. ഇന്ന് നമ്മൾ ചോദിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു തിയറി നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിച്ചിരിക്കും. പക്ക. ഓക്കെ, ഏതെങ്കിലും ഒന്ന്, അതായത് ഒന്നെങ്കിൽ കെമിക്കൽ എവല്യൂഷൻ തിയറി ആയിരിക്കും നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ പാൻസ്പെർമിയ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ പാൻസ്പെർമിയ ആണ് നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ജീവൻ നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഏതോ ഒരു ഭാഗത്ത്, അല്ലെ മറ്റേതോ ഗ്രഹത്തിൽ നിന്ന് എന്ത് ചെയ്തതാണ്, ഇങ്ങോട്ട് ആകസ്മികമായി എത്തിച്ചേർന്നാണെന്നുള്ള രീതിക്കാണ് എന്ത് ചെയ്യുന്നത്? പാൻസ്പെർമിയ തിയറിയിൽ പറയുന്നത്. അങ്ങനെ വന്ന കണികകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പാൻസ്പെർമിയ എന്ന് പറയുന്നത്. ശരിയല്ലേ? യെസ്. അപ്പൊ ഇത് നമ്മൾ സൂപ്പറായിട്ട് നമ്മൾ പഠിച്ചതാണ്, അല്ലേ? യെസ്. അപ്പൊ പാൻസ്പെർമിയ അതായത് ആക്സിഡന്റലി നമ്മളുടെ ലൈഫ് എർത്തിലേക്ക് എത്തിയതാണ്. യൂണിവേഴ്സിന്റെ ഏതോ ഒരു പ്ലാനറ്റിലോ വേറൊരു ഭാഗത്തോ ഉണ്ടായിട്ട് നമ്മളുടെ ഈ പറയുന്ന എർത്തിലേക്ക് ആക്സിഡന്റലി എത്തിയതാണ്. അങ്ങനെ എത്തിയത് ഒരു മൈക്രോ പാർട്ടിക്കിൾസ് അഥവാ സ്പോർസിന്റെ രൂപത്തിലാണ്. അതിനെയാണ് പാൻസ്പെർമിയ എന്ന് വിളിക്കുന്നത് എന്നുള്ള രീതിക്കാണ് ഈ ഒരു തിയറി പറയുന്നത്. അടുത്ത ഇമ്പോർട്ടൻറ്റ് ചോദ്യം, ഈ ഒരു ഫിഗർ നിങ്ങൾ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരിക്കും. ഇതില്ലാത്ത ഒരു ചോദ്യ പേപ്പർ ഇല്ല. ഓക്കെ, ഈ ഒരു ഫിഗർ നിങ്ങൾ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കണ്ടിരിക്കും. ഇത് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോ, ഇത് നമ്മൾ യുറേ മില്ലർ എക്സ്പെരിമെന്റ് ആണ് ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണുന്നത്, അല്ലേ? അപ്പൊ നെയിം ഓഫ് ദി എക്സ്പെരിമെന്റൽ പ്രോസസ് ഷോൺ ഇൻ ദ ഇല്ലസ്ട്രേഷൻ. ഇതിൽ കാണുന്ന ഈ ഒരു പരീക്ഷണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതണം? യുറേ മില്ലർ പരീക്ഷണമാണെന്ന് എഴുതണം. വിച്ച് സബ്സ്റ്റൻസ് വാസ് ഒബ്റ്റെയിൻ ഫ്രം പാർട്ട് എ. അപ്പൊ ഈ എ എന്ന ഭാഗത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടി? നമുക്കല്ല, ആർക്ക്? യുറേക്കും മില്ലറിന് എന്ത് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമിനോ ആസിഡ് എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, വാട്ട് വാസ് പ്രൂവൺ ബൈ ദിസ് എക്സ്പെരിമെന്റ്? എന്താണ് ഇതിലൂടെ തെളിയിച്ചത്? നമ്മളുടെ കെമിക്കൽ എവല്യൂഷൻ തിയറിയിൽ പറഞ്ഞ കാര്യങ്ങൾ, രാസപരിണാമ സിദ്ധാന്തത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ തെളിയിച്ചത്. എന്താ തെളിയിച്ചത്? ലളിതവാതകങ്ങളിൽ നിന്ന്, സിമ്പിൾ ഗ്യാസസിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? ഓർഗാനിക് മോളിക്യൂൾസ് അഥവാ ജൈവ കണികകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് എന്ത് ചെയ്തത്? ഇതിലൂടെ തെളിയിച്ചത്. ഓക്കെ, അപ്പൊ ഈ 2 ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ഒരു കുറച്ച് ആൾക്കാരെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു, അല്ലേ? അതിൽ സിഡ്നി ഫോക്സ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം എന്താണ് കണ്ടുപിടിച്ചതെന്നുള്ളത് എൻ്റെ മക്കളൊന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു എന്താ പറയുക, എക്സാംസ് എല്ലാം കഴിയാനായി. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് എൻ്റെ മക്കൾക്ക് എന്തുണ്ടാവും? പല രീതിയിലുള്ള റിഗ്രറ്റ് തോന്നുന്നവരുണ്ടാവും, അല്ലേ? നേരത്തെ ചെയ്യായിരുന്നു എന്ന് റിഗ്രറ്റ് തോന്നുന്നവർ ഒരുപാട് പേരുണ്ടാവും. ആ റിഗ്രറ്റ് നിങ്ങൾക്ക് ഇനി അടുത്ത എക്സാമിന് തോന്നാതിരിക്കാൻ വേണ്ടി ഒരു വഴിയുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ എജുപോർട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് ഒരുപാട് പെൻഡിങ് ആയി പോയ മക്കൾക്ക് വേണ്ടിയിട്ട് ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ കാണാം. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഇപ്പം നിങ്ങൾ അതിന് പൈസ ഒന്നും കൊടുക്കണം. നമുക്ക് എന്ത് ചെയ്യാം? പൈസ കൊടുക്കുന്നത് പിന്നെ ചെയ്താൽ മതി. പക്ഷേ ഈ രജിസ്റ്റർ ചെയ്യാനുള്ളത് ഇപ്പോഴേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പോ തന്നെ ചെയ്യാ, സെറ്റാക്കി വെക്കുക. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. മിസ് പറഞ്ഞ് സിഡ്നി ഫോക്സിന്റെ ഉത്തരം താഴെ കമന്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് അടിക്കുക.